മറ്റൊരു സുപ്രധാന നിയമവും ഈ പാർലമെന്റ് സെഷൻ കഴിയുമ്പോൾ നിലവിൽ വരും. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആയിരക്കണക്കിന് വിപ്ലവകാരികൾക്ക് മാതൃഭൂമിക്കായുള്ള പോരാട്ടത്തിന് ആവേശം പകരുകയും ബലിദാനത്തിലേക്ക് നയിക്കുകയും ചെയ്ത മന്ത്രധ്വനിയായിരുന്നു വന്ദേ മാതരം. രാജ്യത്തിന്റെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് അർഹമായ നിയമപരമായ പദവിയും ആദരവും ഉറപ്പാക്കിക്കൊണ്ട് ചരിത്രപരമായ നിയമ ഭേദഗതിയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വന്ദേ മാതരത്തെ അപമാനിക്കുന്നവർക്കും അത് ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുന്നവർക്കും 3 വർഷം വരെ തടവും പിഴയും ഉറപ്പാക്കുന്ന പുതിയ നിയമവ്യവസ്ഥകളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടിലേക്ക്. നിയമത്തിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്തുന്നതാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ഭേദഗതി ബിൽ. Question is that the Prevention of Insults to National Honor Amendment Bill 2026 be taken into consideration. Those in favor will please say aye. Those against will please say no. I think the ayes have it, the ayes have it, the ayes have it. The motion is adopted. നിലവിൽ ദേശീയ പതാക, ഭരണഘടന, ദേശീയഗാനമായ ജനഗണമന എന്നിവയെ അപമാനിക്കുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനുമായിരുന്നു ശിക്ഷാവ്യവസ്ഥകൾ ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ ഭേദഗതിയിലൂടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും ഇതേ നിയമസംരക്ഷണം ഉറപ്പാക്കുകയാണ്. രാജ്യത്തിന്റെ ആത്മാവും ദേശീയബോധവും കാത്തുസൂക്ഷിക്കാനുള്ള ചരിത്രപരമായ കടമയായാണ് ഈ നിയമനിർമ്മാണത്തെ സർക്കാർ കാണുന്നത്. പുതിയ നിയമപ്രകാരം വന്ദേ മാതരത്തെ ബോധപൂർവം അപമാനിക്കുകയോ വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുകയോ അത് നടക്കുന്ന ചടങ്ങുകളിൽ തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്യുന്നത് ഗുരുതര ക്രിമിനൽ കുറ്റകൃത്യമായി മാറും. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. കൂടാതെ കുറ്റം ആവർത്തിക്കുന്നവർക്ക് കുറഞ്ഞത് 1 വർഷത്തെ കഠിന തടവും പുതിയ നിയമം നിർബന്ധമാക്കുന്നുണ്ട്. 1875 ബങ്കിം ചന്ദ്ര ചതോപാധ്യായ രചിച്ച വന്ദേമാതരത്തിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അതുല്യമായ പങ്കാണുള്ളത്. 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലിയുടെ അവസാന യോഗത്തിൽ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രഖ്യാപിച്ചത് വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ ആദരവും പദവിയും ഉണ്ടായിരിക്കുമെന്നാണ്. 1971 നിയമത്തിൽ ഈ സംരക്ഷണം വിട്ടുപോയത് നികത്താനാണ് 2026 കേന്ദ്ര സർക്കാർ ഈ ചരിത്രപരമായ ഭേദഗതി കൊണ്ടുവന്നത്. നിയമപരമായ സംരക്ഷണത്തിന് പുറമെ ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം ആലപിക്കുന്നതിനും കേന്ദ്ര സർക്കാർ കൃത്യമായ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒന്നിച്ചാലപിക്കുന്ന ചടങ്ങുകളിൽ ദേശീയ ഗാനത്തിന് മുൻപായി വന്ദേമാതരം ആലപിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. വന്ദേമാതരത്തിന്റെ 6 ഖണ്ഡികകൾ അടങ്ങിയ 3.10 മിനിറ്റ് ദൈർഘ്യമുള്ള ഔദ്യോഗിക പതിപ്പ് ആലപിക്കുമ്പോൾ സദസ്സിലുള്ളവർ ആദരവോടെ എഴുന്നേറ്റ് നിൽക്കണമെന്നും ചട്ടങ്ങളുണ്ട്. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകവും ദേശീയ അഭിമാനവും കാത്തുസൂക്ഷിക്കുന്ന ഈ പുതിയ നിയമം നമ്മുടെ സാംസ്കാരികതകളും ദേശീയ ചരിത്രവും കൈമുതലാക്കി വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ സുപ്രധാനമായ മറ്റൊരു നാഴികക്കല്ലാകുമെന്നതിൽ സംശയമില്ല.